ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യും. 2 മാസത്തിനുള്ളിൽ 15 കോടിയിലധികം ജനങ്ങൾ യാത്രയിൽ പങ്കാളികളായി. ദക്ഷിണേന്ത്യയുടെ വികസനത്തിന് ഉത്തേജനം പകരുന്ന 3 സുപ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്നലെ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പാകിസ്ഥാനിൽ ഇറാന്റെ വ്യോമാക്രമണം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നും ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7.3% വളർച്ച കൈവരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സ്വകാര്യ നിക്ഷേപം വർദ്ധിക്കുന്നത് രാജ്യത്തെ വ്യവസായ മേഖലയെയും ഗവേഷണത്തെയും ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഒളിമ്പിക് യോഗ്യത വനിതാ ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് 12:30 വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് അഭിസംബോധന. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കുചേരും. കേന്ദ്രമന്ത്രിമാർ, എംപിമാർ, MLAമാർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ മുൻ കേന്ദ്രമന്ത്രിയും പാർലമെന്റ് അംഗവുമായ പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കും. രാവിലെ പുതിയാപ്പ ക്ഷേത്രത്തിന് സമീപവും വൈകുന്നേരം ഈസ്റ്റ് ഹിൽ ജംഗ്ഷന് സമീപവും നടക്കുന്ന പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. കൊല്ലം ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്നലെ സമാപിച്ചു. 46 ദിവസം കൊണ്ട് ഗ്രാമ നഗരപ്രദേശങ്ങളിലെ 91 വേദികളിൽ പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് വിവിധ പ്രദേശങ്ങളിൽ യാത്ര പുരോഗമിക്കുന്നു. 2 മാസത്തിനുള്ളിൽ 15 കോടിയിലധികം ജനങ്ങളുടെ ആവേശകരമായ പങ്കാളിത്തത്തോടെ വികസിത് ഭാരത് സങ്കല്പ യാത്ര രാജ്യത്തിന്റെ മനം കവരുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ 100% ഗുണഭോക്താക്കളിലും എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന സംരംഭമാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. വിശദാംശങ്ങളിലേക്ക്. വികസിത സങ്കല്പ യാത്ര കഴിഞ്ഞ വർഷം ഡിസംബർ 13-ന് 2.06 കോടി പേരിലേക്ക് എത്തിയപ്പോൾ ഡിസംബർ 22-ന് അത് 5 കോടിയായി ഉയർന്നു. തുടർന്നുള്ള 4 ആഴ്ചയ്ക്കുള്ളിൽ യാത്ര 10 കോടി ജനങ്ങളെ ആകർഷിച്ച് 15 കോടി എന്ന നാഴികക്കല്ല് പിന്നിട്ടു. ഈ മാസം പകുതിയോടെ 2.21 ലക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും 9541 നഗരപ്രദേശങ്ങളിലുമായി 15.34 കോടി പേർ പങ്കെടുത്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച ഈ സംരംഭം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ വഴി ക്ഷേമ പദ്ധതികൾ അർഹരായ എല്ലാ വ്യക്തികളിലേക്കും എത്തിക്കാൻ ലക്ഷ്യമിടുന്നു. ഈ വാനുകളിലൂടെ സർക്കാർ പദ്ധതികളെക്കുറിച്ച് ഗുണഭോക്താക്കൾക്ക് ബോധവൽക്കരണം നൽകുന്നു. ഈ മാസം 17 വരെ രാജ്യത്തുടനീളം 4 കോടിയിലധികം പേരെ ആരോഗ്യ ക്യാമ്പുകളിൽ പരിശോധിച്ചു. 2 കോടിയിലധികം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. കൂടാതെ 17,000-ലധികം ഗ്രാമപഞ്ചായത്തുകൾ ODF+ നേട്ടം കൈവരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. രാവിലെ മഹാരാഷ്ട്രയിൽ 2000 കോടി രൂപയുടെ 8 അടൽ അമൃത് പദ്ധതികളുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. PMAY അർബനിൽ പൂർത്തിയാക്കിയ 90,000-ലധികം വീടുകൾ പ്രധാനമന്ത്രി ഗുണഭോക്താക്കൾക്ക് കൈമാറും. നാളെ ഉച്ചയ്ക്ക് ശേഷം കർണാടകയിലെ ബംഗളൂരുവിൽ ബോയിംഗ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനവും ബോയിംഗ് സുകന്യ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നാളെ ചെന്നൈയിൽ തുടക്കമാകുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയാകും. ഈ മാസം 19 മുതൽ 31 വരെയാണ് ചെന്നൈ, കോയമ്പത്തൂർ, മധുര, ട്രിച്ചി എന്നിവിടങ്ങളിലായി ഗെയിംസ് നടക്കുക. ഉദ്ഘാടന ചടങ്ങിൽ പ്രക്ഷേപണ മേഖലയുമായി ബന്ധപ്പെട്ട 250 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്യത്തെ ഷിപ്പിംഗ്, ജലഗതാഗത, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നാഴികക്കല്ലാകുന്ന 4000 കോടി രൂപയുടെ 3 പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ നിർവഹിച്ചു. പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിന് ഉത്തേജനം പകരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. കൊച്ചി കപ്പൽശാലയിലെ പുതിയ ഡ്രൈഡോക്ക്, വെല്ലിംഗ്ടൺ ഐലൻഡിലെ അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, പുതുവൈപ്പിനിലെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. 1799 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ഡ്രൈഡോക്കിൽ 70,000 ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ, കൂറ്റൻ ചരക്ക് കപ്പലുകൾ എന്നിവയുടെ നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ എന്നിവ നിർവഹിക്കാനാകും. 970 കോടി രൂപ ചെലവിൽ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിർമ്മിച്ച അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിൽ ഒരേ സമയം 6 കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. പുതുവൈപ്പിനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 1236 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന LPG ടെർമിനൽ 15,400 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ളതാണ്.
കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പാകിസ്ഥാനിൽ ഇറാന്റെ വ്യോമാക്രമണം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളത്. സ്വയം പ്രതിരോധത്തിനായുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട ഇറാൻ അംബാസഡറെ പാകിസ്ഥാൻ പുറത്താക്കിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7.3% വളർച്ച കൈവരിക്കുമെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഇൻവെസ്റ്റ് ഇന്ത്യ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ദാസ്. വരും വർഷങ്ങളിലും ഇന്ത്യ ഉയർന്ന വളർച്ചാ നിരക്ക് നിലനിർത്തുമെന്നും RBI ഗവർണർ വ്യക്തമാക്കി. $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെന്ന ഇന്ത്യയുടെ ലക്ഷ്യം സാധ്യമാക്കാൻ സഹകരണ മേഖല വലിയ സംഭാവന നൽകുമെന്ന് ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സ്വകാര്യ നിക്ഷേപം വർദ്ധിക്കുന്നത് രാജ്യത്തെ വ്യവസായ മേഖലയെയും ഗവേഷണത്തെയും ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഹരിയാനയിലെ ഫരീദാബാദിൽ ഇന്ത്യ അന്താരാഷ്ട്ര ശാസ്ത്രമേളയുടെ 9ാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ സിംഗ്. അമൃതകാലത്ത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നയിക്കുന്ന നവഭാരതം എന്ന പ്രമേയത്തിലൂന്നിയാണ് 4 ദിവസത്തെ ഇന്ത്യ അന്താരാഷ്ട്ര ശാസ്ത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഇനി 4 ദിവസം. പ്രൗഢഗംഭീരമായ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇന്ന് തീർത്ഥപൂജയും ഗന്ധാധിവാസ ചടങ്ങുകളും നടക്കും. ഇന്നലെ ജലയാത്ര, തീർത്ഥപൂജ, വർദ്ധിനി പൂജ, കലശയാത്ര, ക്ഷേത്ര പരിസരത്ത് ശ്രീ രാംലല്ല വിഗ്രഹ ദർശനം എന്നിവ നടന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ വിങ്സ് ഇന്ത്യ 2024 ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ബീഗംബേട്ട് വിമാനത്താവളത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫിക്കി, വ്യോമയാന മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അഫ്ഗാനിസ്ഥാനെ കീഴടക്കി ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ അവസാന ഓവറിൽ 18 റൺസ് അടിച്ച് മത്സരം സമനിലയിലാക്കി. ആദ്യ സൂപ്പർ ഓവറിൽ ഇരു ടീമുകളും 16 റൺസ് വീതമെടുത്തതോടെ മത്സരം 2ാം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. 2ാം സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 11 റൺസ് എടുത്തു. അഫ്ഗാന്റെ മറുപടി 2 വിക്കറ്റ് നഷ്ടത്തിൽ 1 റണ്ണിൽ ഒതുങ്ങിയതോടെ ഇന്ത്യ പരമ്പര തൂത്തുവാരി. രവി ബിഷ്ണോയിയുടെ ബൌളിംഗ് മികവിലായിരുന്നു ഇന്ത്യൻ വിജയം. വനിതാ ഹോക്കി ഒളിമ്പിക് യോഗ്യതാ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. റാഞ്ചിയിലാണ് മത്സരം. ചൊവ്വാഴ്ച നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇറ്റലിയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ സെമിഫൈനലിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം വിഴിഞ്ഞം തീരത്ത് കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന പദ്ധതി കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭം മേഖലയിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ മുതൽ വർക്കല വരെയുള്ള 42 മത്സ്യബന്ധന ഗ്രാമങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ 6300 കൃത്രിമ പാരുകൾ സ്ഥാപിക്കുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 13 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിൽ 7 കോടി കേന്ദ്ര സർക്കാരും 5 കോടി സംസ്ഥാന സർക്കാരും വഹിക്കും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം 25-ന് ആരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയേക്കും. ബജറ്റ് സമ്മേളനം സംബന്ധിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്യും. അക്സസിബിൾ ഇന്ത്യ പ്രചാരണത്തിന് കീഴിൽ 597 സ്റ്റേഷനുകൾ ദിവ്യാംഗ സൗഹൃദമാക്കി മാറ്റിയതായി റെയിൽവേ. സ്റ്റേഷനുകളും ട്രെയിനുകളും ദിവ്യാംഗർക്ക് പ്രാപ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് റെയിൽവേ വ്യക്തമാക്കി. പ്രായമായവർ, രോഗികൾ, ദിവ്യാംഗർ തുടങ്ങിയവരുടെ സുഗമമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിന് സ്റ്റേഷനുകളിൽ ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും ഒരുക്കും. AKG പഠനഗവേഷണ കേന്ദ്രവും പത്തനംതിട്ട VS ചന്ദ്രശേഖരപിള്ള പഠനഗവേഷണ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 4 ദിവസത്തെ ആഗോള പ്രവാസി മലയാളി സംഗമം മൈഗ്രേഷൻ കോൺക്ലേവ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യും. 2 മാസത്തിനുള്ളിൽ 15 കോടിയിലധികം ജനങ്ങൾ യാത്രയിൽ പങ്കാളികളായി. ദക്ഷിണേന്ത്യയുടെ വികസനത്തിന് ഉത്തേജനം പകരുന്ന 3 സുപ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്നലെ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പാകിസ്ഥാനിൽ ഇറാന്റെ വ്യോമാക്രമണം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നും ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7.3% വളർച്ച കൈവരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ.
ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സ്വകാര്യ നിക്ഷേപം വർദ്ധിക്കുന്നത് രാജ്യത്തെ വ്യവസായ മേഖലയെയും ഗവേഷണത്തെയും ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഒളിമ്പിക് യോഗ്യത വനിതാ ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.